ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അടുത്തു വരികയാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയനെ ശക്തമായിട്ട് ഉപയോഗിക്കണമേ. ഈ ശബ്ദവാഹിനിയുടെ ശബ്ദവീചികയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേശനിവാസികൾക്ക് വേണ്ടിയും ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടിയും ദൈവമക്കൾക്ക് വേണ്ടിയും ഇന്ന് രാത്രിയിൽ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് ഇന്ന് രാത്രിയിൽ അതിന്റെ നാവിനോടുകൂടെ കഥാവിരിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. ദേശത്തിന് ആവശ്യമുള്ളത്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്ക് ആവശ്യമുള്ളത്, ജനത്തിന് ആവശ്യമുള്ള ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ഇന്ന് രാത്രിയിൽ അതിന്റെ നാവിൽ നിന്ന് പുറപ്പെടുവാൻ ദൈവമിടയാകണം. വചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുവാനിടയാകണം. തുടർന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ അതിനെ ഉപയോഗിക്കണം. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കുന്ന അന്യഭവങ്ങൾ ഉണ്ടാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനൗൺസ്മെന്റ് ചെയ്തതുപോലെ ചില രോഗികൾ ഇന്ന് രാത്രിയിൽ സൗഖ്യമാകണമേ. ചില പൈശാചിക ബന്ധനങ്ങൾ ജനത്തെ വിട്ട് അഴിയണമേ. നിരാശയിൽ ഇരിക്കുന്നവർ, ദുഃഖത്തിൽ ഇരിക്കുന്നവർ, വേദനകളിൽ ഇരിക്കുന്നവർ, കടഭാരത്താൽ ഭാരപ്പെടുന്നവർ, കുടുംബ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, ജീവിതം വഴിമുട്ടിയിരിക്കുന്നവർ, ലക്ഷ്യബോധമുള്ളവരായി മാറുക. സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകുന്ന ദൈവത്തിന്റെ തിരുവചനത്തിന്റെ മർമ്മങ്ങൾ ഇന്ന് രാത്രിയിൽ വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അഭിഷേകത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്തതിന് നന്ദി. ദൈവവചന ശുശ്രൂഷയ്ക്കെതിരെ നിൽക്കുന്ന പൈശാചിക വ്യാപാരത്തിന്റെ ആധിപത്യ ശക്തികളെ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഇന്ന് രാത്രിയിൽ ഞാൻ അഴിച്ചു മാറ്റുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കുന്ന അനുഭവം ഉണ്ടാകണമേ. ഈ വീടും ഈ പരിസരങ്ങളും ഈ കോമ്പൗണ്ടിന് ചുറ്റും ഈ ശബ്ദം എവിടെയെല്ലാം എത്തുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്തതിന് നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നമുക്ക് ഇന്ന് രാത്രിയിൽ ഒരു വേദവാക്യം വായിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം ഒരാളെടുത്ത് ഞാൻ പറയുന്ന വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിച്ച് സഹായിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം അതിലെ 7-ാമത്തെ തിരുവചന ഭാഗം. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്ന്. 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവരുടെ മേൽ ചുമത്തി. എന്നാൽ യഹോവയായ ദൈവം നമ്മുടെ എല്ലാവരുടെയും അകൃത്യം യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തി. മതി. നമ്മളിവിടെ വായിച്ച ദൈവത്തിന്റെ തിരുവചനം യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ ക്രൂശീകരണത്തെ അല്ലെങ്കിൽ യാഗത്തെ കാണിക്കുന്ന ഒരു വേദവാക്യമാണ് ഞാനിവിടെ വായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. യേശുക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഏകദേശം വേദപഠിതാക്കൾ പറയുന്നത് 700 വർഷത്തിനോളം മുമ്പ്, 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ച ഒരു തിരുവചന ഭാഗമാണ് നമ്മൾ വായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യങ്ങൾ അവന്റെ മേൽ ചുമത്തി. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയവരായിരുന്നു. പക്ഷെ തെറ്റിപ്പോയ നമ്മെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം യേശുക്രിസ്തുവിന്റെ മേൽ
നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അവന്റെ മേൽ ചുമത്തുവാൻ ഇടയായി തീർന്നു. ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ എന്നെ ഒത്തിരി അധികം ചിന്തിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ലോകത്തിലെ ഒരു മനുഷ്യന്റെ പാപം ഒരു മനുഷ്യന്റെ മേൽ ചുമത്തപ്പെടുകയാണ്. അത് എങ്ങനെ യാഥാർത്ഥ്യമാകുവാൻ തക്കവണ്ണം ഇടയായി തീരും? ദൈവത്തിന്റെ പരമോന്നതമായ ആ കൗൺസിലിംഗ്, അല്ലെങ്കിൽ സ്വർഗത്തിലെ കുടുംബത്തിൽ, സ്വർഗത്തിലെ ആ കൗൺസിലിംഗിലെ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, ഇതാ തിരുവെഴുത്തുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഇതാ ഞാൻ വരുന്നു. അപ്പൊ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി വലുതായിരുന്നു. അപ്പോൾ മനുഷ്യന്റെ പാപം യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തണമെങ്കിൽ മനുഷ്യരെല്ലാം പാപികളാണ് എന്നാണ് ആ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഞങ്ങൾ ഈ കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ഗ്രാമത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്. ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, എന്നെ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഒക്കെ ചെയ്ത് ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ അർത്ഥം ആ സഹോദരിയുടെ ജീവിതത്തിൽ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, ദോഷമൊന്നും ചെയ്യുന്നില്ല, എന്നെ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും പാപിയല്ല എന്നുള്ളതാണ് ആ സഹോദരി പറഞ്ഞതിന്റെ സാരാംശം. യഥാർത്ഥത്തിൽ ഇത് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന ദേശനിവാസികളും ഭവനത്തിലിരിക്കുന്ന ദൈവമക്കളായ നമ്മളും ചിന്തിക്കേണ്ട ഒരു സുപ്രധാനമായ വിഷയമാണ്. പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണോ? അല്ല. പാപം എന്ന് പറഞ്ഞാൽ ഒരു സസ്യമാണോ? അല്ല. പാപം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവാണോ? അല്ല. പാപം എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷമാണോ? അല്ല. പാപം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? പാപം നമ്മുടെ കണ്ണുകൊണ്ട് പാപത്തിന്റെ പ്രവൃത്തികൾ കാണാൻ കഴിയും. മോഷണം പാപമാണ്. പക്ഷെ മോഷ്ടിച്ചാൽ മോഷ്ടാവിനെ കള്ളൻ എന്ന് നമ്മൾ പറയും. വ്യഭിചാരം പാപമാണ്. മദ്യപിക്കുന്നത് പാപത്തിന്റെ ഒരു പട്ടികയാണ്. കൊലപാതകം പാപമാണ്. പക്ഷെ ഇതൊക്കെ പാപത്തിന്റെ പട്ടികകളിൽ പെടുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ പാപം എന്ന് പറഞ്ഞാൽ കൊല ചെയ്യുന്നില്ലെങ്കിലും, മോഷണം നടത്തുന്നില്ലെങ്കിലും, പിടിച്ചു പറിക്കുന്നില്ലെങ്കിലും, അന്യന്റെ അതിരുകൾ മാന്തുന്നില്ലെങ്കിലും, ഇനി മദ്യപിക്കുന്നില്ലെങ്കിലും, പുക വലിക്കുന്നില്ലെങ്കിലും പാപമില്ല എന്ന് പറയാൻ കഴിയുമോ? പറയാൻ കഴിയുമോ? ദൈവമക്കളുടെ അഭിപ്രായം എന്താണ്? പാപമില്ലെന്ന് പറയാൻ കഴിയുമോ? യോഹന്നാന്റെ സുവിശേഷ ലേഖനത്തിൽ പറയുന്നു, നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളിൽ ഇല്ലാതെ പോയി. അപ്പൊ നമ്മളിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അസത്യവാദിയായി തീർന്നു. നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനും പാപമില്ലാത്ത മനുഷ്യൻ ഈ ഭൂമിയിലില്ല. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നതും, പിടിച്ചു പറിക്കുന്നതും, കൊലപാതകം നടത്തുന്നതും, മോഷ്ടിക്കുന്നതും, കള്ളസാക്ഷ്യം പറയുന്നതും, ഇതൊക്കെ പാപത്തിന്റെ പട്ടികകളിൽ പെടുന്നതാണെങ്കിലും ദൈവവചനത്തിൽ, കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തത് ഒക്കെയും പാപമാണ്. അപ്പോൾ പാപം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ട് ദൈവം എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചുവോ? നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ട് ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്, അല്ലെ? ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിൽ, പരിണാമ സിദ്ധാന്തത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താണ്? അമീബ, ആറ്റം, അത് മൃഗം, അതങ്ങനെ വളർന്ന് 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 ചില മൃഗങ്ങളിൽ നിന്നും മനുഷ്യൻ രൂപപ്പെട്ടു എന്ന് പഠിപ്പിക്കുന്നു. കുരങ്ങന്റെ വാല് മുറിഞ്ഞ് രോമം മാറി
അങ്ങനെ മനുഷ്യനായി എന്ന് പഠിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാലങ്ങൾ മാറി, ശാസ്ത്രയുഗം പുരോഗമിച്ചു, മനുഷ്യന്റെ ബുദ്ധികൾ വളർന്നു, മനുഷ്യൻ കണ്ടുപിടുത്തത്തിൽ വളർന്നു. ഇന്ന് ഭൂരിഭാഗം ആളുകളും ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നില്ല. നമ്മളൊക്കെ വിശ്വസിക്കുന്നു നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിനോട് സ്തോത്രം ചെയ്താണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിനുശേഷം ഇങ്ങനെ 6 ദിവസം കൊണ്ട് ദൈവം പ്രപഞ്ചത്തിലുള്ളത്, അണ്ടഘടാകങ്ങളിലുള്ളതെല്ലാം ദൈവം സൃഷ്ടിക്കുവാനിടയായിരുന്നു. ഉണ്ടാകട്ടെ എന്നുള്ള തന്റെ ശബ്ദത്താൽ സകലത്തെയും ദൈവം ഉളവാക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഒരു ശബ്ദം നമ്മളിങ്ങനെ കേൾക്കുന്നു: നാം നമ്മുടെ സദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോൾ ഇതും നടന്നത് ദൈവസന്നിധാനത്തിലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ ദൈവം രൂപപ്പെടുത്തി. അല്ലെ? മനുഷ്യനെ രൂപപ്പെടുത്തി മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ദൈവം ഊതുവാനിടയായി തീർന്നു. ദൈവം ഊതിയ ജീവശ്വാസം, അതാണ് മനുഷ്യൻ. ദൈവം ഈ ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യ രൂപമുണ്ടാക്കി. യഥാർത്ഥത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ദൈവ രൂപത്തിൽ ഊതിക്കയറ്റി. അതാണ് യാഥാർത്ഥ്യം. ദൈവം ആ രൂപത്തിലേക്ക് ഊത്തൂതി. അപ്പോൾ ആ ശ്വാസത്തിലാണ് മനുഷ്യനായി മാറിയത്. അവിടെയാണ് ജീവനുള്ള ദേഹമായിട്ട് മനുഷ്യൻ മാറുവാനിടയായി തീർന്നത്. അപ്പോൾ ആ മനുഷ്യൻ നിർമ്മലനായിരുന്നു. സൃഷ്ടിച്ച നാളിൽ നേരുള്ളവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, പാപരഹിതനായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നിഷ്പാപയുഗം എന്ന് ആ കാലഘട്ടത്തെ വിളിക്കുവാനിടയായി തീരുന്നത്. എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത യുഗം, നിർമ്മല മനുഷ്യർ, നിഷ്കളങ്ക മനുഷ്യർ, പാപം എന്തെന്ന് അറിയാത്ത മനുഷ്യൻ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അപ്പൊ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഭൂമിയെ അടക്കി വാഴുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരികയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26 മുതലുള്ള തിരുവചന വാക്യങ്ങൾ. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവൻ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളെയും ആകാശത്തിലുള്ള പറവജാതികളിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമികളിന്മേലും എല്ലാ ഇഴജാതികളിന്മേലും വാഴട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ ഈ ഭൂമിയിലും അതുപോലെ തന്നെ പറവജാതികളുടെ മേൽ, മത്സ്യങ്ങളുടെ മേൽ, ഇഴജാതികളുടെ മേൽ, മൃഗജന്തുക്കളുടെ മേൽ അധികാരം കൊടുത്ത് ദൈവം മനുഷ്യനെ തന്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച് ഭൂമിയിൽ ദൈവം മനുഷ്യരായ നമ്മെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. അപ്പൊ ഞാനും നിങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷെ ഇന്ന് പല കുടുംബങ്ങളിലും പറയാറില്ലേ, ഈ വീട്ടിൽ വന്ന് കയറിയാൽ ഒരു ഐശ്വര്യവുമില്ല, ഈ വീട്ടിൽ നിന്നും വേറൊരു സ്ഥലത്ത് പോയാൽ ഒരു കുഴപ്പവുമില്ല, ഈ നാട്ടിൽ വന്നാൽ ഒരു ഐശ്വര്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ വന്നാൽ ഒരു സമാധാനവുമില്ല, ഒരു ഐശ്വര്യവുമില്ല. ശാപമുള്ള വീടാണ്, ദോഷമുള്ള വീടാണ്, ശാപമുള്ള മനുഷ്യനാണ്, ദോഷമുള്ള മനുഷ്യനാണെന്നൊക്കെ അത് പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ദൈവം നമുക്ക് അധികാരം നൽകുവാനിടയായി തീർന്നു. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകുവാനിടയായി തീർന്നു. വാഴുവാനുള്ള അധികാരം, ഈ ഭൂമിയിലുള്ള സകലത്തിന്റെ മേലും വാഴുവാനുള്ള അധികാരം ദൈവം മനുഷ്യന് കൊടുക്കുവാനിടയായി തീർന്നു. പക്ഷെ ഇന്ന് ആനയെ കണ്ടാൽ മനുഷ്യനെ പേടിയ, പുലിയെ കണ്ടാൽ മനുഷ്യനെ പേടിയ. ഇന്ന് നമ്മുടെ ചാലക്കുടിയിലെ നമ്മുടെ വനച്ചാല് ഭാഗത്തും ഇടുക്കിയിലും തിരുവനന്തപുരത്തും വയനാട്ടിലുമൊക്കെ നമ്മൾ ഇന്ന് പേപ്പറുകളിലും മീഡിയകളിലും ഒക്കെ വായിക്കുന്നുണ്ട്,
ആന ഇറങ്ങി, പുലി ഇറങ്ങി, നാട്ടിൽ വന്ന് അനേകരെ കൊന്നുകളഞ്ഞു. ആ പുലിയെ പേടിച്ച്, ആനയെ പേടിച്ച് ഇന്ന് ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് വേണ്ടി പലരും സമരം ചെയ്യുന്നതും ഇന്ന് അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുവാനിടയായി തീരുന്നുണ്ട്. പക്ഷെ ദൈവം മനുഷ്യനോട് പറഞ്ഞത്, ദൈവം സകല ഭൂചര ജന്തുവിന്റെ മേലും അധികാരം മനുഷ്യന് കൊടുത്ത് ഈ വാഴുവാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും അനുഗ്രഹവും ദൈവം കൊടുത്ത് ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനമില്ല, ധൈര്യമില്ല? പല മൃഗങ്ങളുടെയും മുമ്പിൽ മനുഷ്യൻ ഭയപ്പെട്ടു നിൽക്കുന്നു. പലപ്പോഴും മനുഷ്യനെ കണ്ടാൽ മൃഗങ്ങൾ ഭയപ്പെടേണ്ടതിന് പകരം പല മൃഗങ്ങളെ കണ്ടാൽ മനുഷ്യൻ ഭയപ്പെടുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുവാൻ ഇടയായി തോന്നുന്നു? അപ്പൊ സൃഷ്ടിച്ച നാളിൽ ദൈവം നിർമ്മല മനുഷ്യനായിട്ട് നമ്മെ ദൈവം സൃഷ്ടിച്ചു. സഭാപ്രസംഗ പുസ്തകം അത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. സഭാപ്രസംഗ പുസ്തകം 9-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അപ്പോ ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. പക്ഷെ മനുഷ്യന്റെ പ്രശ്നം, മനുഷ്യൻ അനേക സൂത്രങ്ങളെ കണ്ടെത്തുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മനുഷ്യന്റെ ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ പോയിന്റിലേക്ക് നമ്മൾ വരും. അപ്പൊ ഇന്ന് മനുഷ്യന്റെ പ്രശ്നം, ദൈവം മനുഷ്യനെ നേരുള്ളവനായിട്ട് സൃഷ്ടിച്ചു. പക്ഷെ മനുഷ്യൻ ഇന്ന് അനേക സൂത്രങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ തുടങ്ങിയ സൂത്രപ്പണിയായത്. കാരണം ദൈവം മനുഷ്യനെ ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ സ്ത്രീയും പുരുഷനുമായിട്ട് ദൈവം സൃഷ്ടിച്ചു. അവരെ കുടുംബമായിട്ട് ദൈവം ചേർക്കുവാനിടയായി തീർന്നു. എന്നിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, സന്താന പുഷ്ടിയുള്ളവരായിട്ട് നിങ്ങൾ പെരുകണം. നിങ്ങൾക്ക് ഈ തോട്ടത്തിൽ ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. പക്ഷെ തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, അത് നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾ അത് പറിച്ചു തിന്നരുത്. തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുവാൻ ഇടയായി തീരും. പക്ഷെ ഈ സുവിശേഷം കേട്ട, അല്ലെങ്കിൽ ദൈവ കൽപ്പനകളെ കേട്ട ആദാമിന്റെ ജീവിതത്തിൽ, ഹവ്വയുടെ ജീവിതത്തിൽ ആ കൽപ്പനകൾ അനുസരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവിടെയാണ് മനുഷ്യന്റെ പരാജയം. അപ്പൊ എന്തുകൊണ്ട് അനുസരിക്കാൻ കഴിഞ്ഞില്ല? പിശാച് അന്നത്തെ കൗശലശാലിയായ പാമ്പിന്റെ വേഷത്തിൽ വന്നിട്ട് സ്ത്രീയായ ഹവ്വയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ പഴം നോക്കൂ, കാണാൻ എത്ര ഭംഗിയുള്ളതാണ്, തിന്നാൻ എത്ര രുചിയുള്ളതെന്നാണെന്ന് അറിയാമോ? ഞാൻ പലപ്പോഴും തിന്നിട്ടാണ് വീണു പോയത്. അപ്പൊ അതുകൊണ്ട് പിശാച് പറഞ്ഞു, തിന്നാൻ നല്ല രുചിയുള്ളതാണ്, കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. അതുകൊണ്ട് ചേച്ചി എന്താ ചേച്ചി ഇത് മാത്രം നോക്കാത്ത? കുറെ നാള് അമ്മാമ്മയെ വിളിച്ചപ്പോ അമ്മാമ്മ അങ്ങോട്ട് നോക്കാൻ തുടങ്ങി. അപ്പോ പിശാചിന്റെ വാക്കുകൾ വശീകരണ വാക്കുകൾ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ആരും നിങ്ങളെ വശീകരിച്ച് വിരുദ്ധ തെറ്റിക്കരുത്, ആരും നിങ്ങളെ കവർന്നു കളയരുത്, ആരും നിങ്ങളെ വഞ്ചിക്കരുത്. വഞ്ചിക്കുന്നത് പല രീതികളിലാണ്. നമ്മള് തിരുവനന്തപുരത്തെ കഷായം ഗ്രീഷ്മിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ? സ്നേഹിക്കുന്ന പുരുഷനായിരിക്കുന്ന മനുഷ്യനെ വീട്ടിൽ സ്നേഹിച്ച് വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം കൊടുത്ത് സൂത്രത്തിലൂടെ അദ്ദേഹത്തെ കൊന്നു. അതൊരു വഞ്ചനയാണ്. പക്ഷെ അത് മാത്രമല്ല, വിവിധ രീതികളിൽ വഞ്ചനകളുണ്ട്. വശീകരണ വാക്കുകളിൽ നിങ്ങളുടെ വിരുദ്ധ തെറ്റിപ്പോകരുത്, ആരും നിങ്ങളെ വഞ്ചിക്കരുത്, ആരും നിങ്ങളുടെ വിരുദ്ധ കവർന്നു കളയരുത്, ആരും നിങ്ങളെ ചതിക്കരുത് എന്നൊക്കെ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് പഠിപ്പിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ പിശാച് പാമ്പിന്റെ വേഷത്തിൽ കടന്നു വന്ന് ആ സ്ത്രീയെ വശീകരിച്ച് വാക്കുകളിൽ കുടുക്കി ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞുവോ അത് ചെയ്യിപ്പിച്ചു. അത് ചെയ്യാനായിട്ട് ഒരു വേർഡ്സ് ആണ് അവിടെ എടുത്തത്. എന്താ എടുത്തത്? ദൈവം നിങ്ങളെ പറ്റിച്ചതാണ്. കാരണം എന്താ? ഈ പഴം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്നുള്ള ആ വാക്ക് കേട്ടപ്പോൾ ഹവ്വ അമ്മച്ചിക്ക് മനസ്സിലായി, ഞാൻ ദൈവമായാൽ എന്നെ എല്ലാവരും ദൈവത്തെ പോലെ ബഹുമാനിക്കും, ദൈവത്തെ പോലെ വണങ്ങും, ദൈവത്തെ പോലെ ആരാധിക്കും, ദൈവത്തിന് കൊടുക്കുന്നത് പോലെ എല്ലാം കൊടുക്കും. അപ്പോൾ എനിക്ക് ദൈവമായിട്ട് ഇരുന്നാൽ മതി, എല്ലാവരും എന്റെ കീഴിലായി. അപ്പോൾ മനുഷ്യന് അന്ന് മുതൽ ദൈവമാകാനുള്ള ഒരു ആഗ്രഹം അന്ന് മുതൽ കിടക്കുകയാണ്. ഇത് പിശാച് കൊണ്ടുവന്നു കൊടുത്ത ഒരു ചിന്താ വിഷയമാണ്. നോക്കൂ, മനുഷ്യൻ ഒരിക്കലും കുരങ്ങാകത്തില്ല.
കുരങ്ങ് ഒരിക്കലും മനുഷ്യനാകത്തില്ല, മനുഷ്യൻ ഒരിക്കലും ദൈവമാകത്തില്ല. ദൈവത്തിന് വേഷമെങ്കിൽ മനുഷ്യനാകാൻ കാരണം ദൈവം സർവശക്തനായ ദൈവമാണ്. അപ്പോൾ മനുഷ്യൻ ഒരിക്കലും ദൈവമാകാൻ കഴിയത്തില്ല. എത്ര പണമുണ്ടെങ്കിലും, എത്ര കളർ ഉണ്ടെങ്കിലും, എത്ര ശക്തി ഉണ്ടെങ്കിലും, എത്ര അത്ഭുത സിദ്ധികൾ ഉണ്ടെങ്കിലും അത്ഭുതം ചെയ്യുന്നവരെല്ലാം ദൈവമെന്ന് പറയാൻ പറ്റത്തില്ല. ദൈവത്തിന് ചില ഗുണവിശേഷങ്ങൾ ഉണ്ടായിരിക്കണം. എന്താണ്? ദൈവം സിദ്ധിതാവായ ദൈവമാണ്. 2, ദൈവം പരിശുദ്ധനായ ദൈവമാണ്. 3, ദൈവം വിശുദ്ധനായ ദൈവമാണ്. ദൈവം സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, പ്രപഞ്ച സിദ്ധിതാവാണ്, പ്രപഞ്ച വ്യാപിയാണ് ദൈവം. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് ചില ക്വാളിഫിക്കേഷൻ ഉണ്ട്. മനുഷ്യൻ എത്രയെല്ലാം അത്ഭുതം ചെയ്താലും, എന്തെല്ലാം മാന്ത്രിക വിദ്യകൾ പഠിച്ചാലും മനുഷ്യൻ ഒരിക്കലും ദൈവമാകാൻ കഴിയത്തില്ല. തിമോത്തിക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു: കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കാനായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചു. അപ്പോൾ ആ യേശു ക്രിസ്തു ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് 5-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ഈ ഭൂമിയിൽ ദാസവേഷമെടുത്തു, മനുഷ്യവേഷമെടുത്തു, മനുഷ്യനായിട്ട് അവതരിച്ചു, തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് പിതാവായ ദൈവമായ യേശു ക്രിസ്തുവിനെ സകല നാമത്തിലും മേലായ നാമത്തിൽ ഉയർത്തി എല്ലാ അധരങ്ങളും കർത്താവിനെ രക്ഷിതാവായി ഏറ്റുപറയേണ്ടി വരുമെന്നും എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങേണ്ടി വരുമെന്നും തിരുവചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പൊ ദൈവമായ വചനം 12 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും ഉള്ളവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും ഉള്ളവനായി ആ യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ പാർക്കുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. അപ്പൊ ദൈവമായിരുന്നവൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പൊ ദൈവമായിരുന്ന ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. അപ്പൊ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ജനിച്ചിട്ട് ദൈവമായിട്ട് മാറിയതല്ല. യേശു ദൈവമായിരുന്നവൻ മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിൽ മനുഷ്യാവതാരമെടുത്ത് വരുവാൻ തക്കവണ്ണമിടയായിരുന്നു. യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു. കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയ അടയാളം മുതൽ മരിച്ച ലാസറിനെ ഉയർപ്പിച്ച അത്ഭുതം വരെ ഏകദേശം 39ഓളം അത്ഭുത പ്രവർത്തികൾ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു ചെയ്തത് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു: യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ഒക്കെയും എഴുതി തീർക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പുസ്തകം ലോകത്തിന് തന്നെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അതുകൊണ്ട് ചെറിയ മനുഷ്യൻ വിശ്വസിക്കേണ്ടതിന് വേണ്ടി ദൈവം ചെയ്ത, കർത്താവ് ചെയ്തിരിക്കുന്ന അത്ഭുത പ്രവൃത്തികളിൽ ചില പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ മാത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, യേശുക്രിസ്തു അത്ഭുതം ചെയ്തത് കൊണ്ടല്ല, അത് യേശുക്രിസ്തു ദൈവമായി തീരുവാൻ നമ്മൾ വിശ്വസിക്കുവാനിടയായി തീർന്നത്. നമുക്കറിയാം, ഇന്ന് യേശുക്രിസ്തു ചെയ്ത അത്ഭുതം പോലെ അനേക മാന്ത്രിക വിദ്യകൾ കാണിക്കുന്നവരുണ്ട്. മോശ തന്റെ കയ്യിലെ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു. പക്ഷെ മന്ത്രവാദികളും അതുപോലെ വടിയിട്ടപ്പോൾ സർപ്പമായി തീർന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. മോശയുടെ വടി സർപ്പമായി തീർന്നെങ്കിൽ മന്ത്രവാദികളും അതുപോലെ തന്നെ ചെയ്തു, അത്ഭുതം ചെയ്തു, അതുപോലെ തന്നെ കാണിച്ചു. പക്ഷേ മോശയുടെ വടി സർപ്പമായ ആ സർപ്പം മന്ത്രവാദികളുടെ സകല സർപ്പത്തെയും വിഴുങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു.
അപ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ പലർക്കും ചെയ്യാനിടയായി തീരും. അവർ ദൈവമാണെന്ന് പറയാൻ പറ്റത്തില്ല. ദൈവമാകണമെങ്കിൽ ചില ക്വാളിഫിക്കേഷൻ ഉണ്ട്. തിരുവചനത്തിൽ യേശു പറഞ്ഞു, എന്റെ ജീവനെ എന്നിൽ നിന്നും ആർക്കും എടുക്കുവാൻ കഴിയത്തില്ല. എന്റെ ജീവനെ എന്നിൽ നിന്നും ആർക്കും എടുക്കാൻ അധികാരമില്ല. പക്ഷേ എനിക്കൊരധികാരമുണ്ട്. എന്താ അധികാരം? എന്റെ ജീവനെ കൊടുക്കുവാനും അതിനെ തിരികെ പ്രാപിക്കുവാനുമുള്ള അധികാരം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്ന് ദുഃഖമില്ലേ? യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ അനുസ്മരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദേശനിവാസികളെ, നാം തിരിച്ചറിയണം, യേശുക്രിസ്തു ദൈവമായി അത്ഭുതങ്ങൾ ചെയ്തിട്ടല്ല, അടയാളങ്ങൾ ചെയ്തിട്ടല്ല. യേശുക്രിസ്തു സാക്ഷാൽ ദൈവപുത്രനായിരുന്നതുകൊണ്ട്, ദൈവമായിരുന്നതുകൊണ്ട് തന്റെ അധികാരം വെളിപ്പെടുത്തി അത്ഭുതങ്ങൾ ചെയ്തു. വാക്കിലൂടെ ചില രോഗികളെ സൗഖ്യമാക്കി. 12 സംവത്സരം രോഗിയായിരുന്ന ആ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളമ്പൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചു. 38 സംവത്സരം കുളക്കരയിൽ കുളം കലങ്ങതൊന്നും കാത്തുകൊണ്ട് അതേ രോഗിയായി കിടന്നിരുന്ന മനുഷ്യൻ യേശുവിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ അതെ കിടക്കയെടുത്ത് നടക്കുവാനിടയായി തീർന്നു. തളർവാദ രോഗിയെ 4 പേർ കൂടി പക്ഷപാതക്കാരനെ മേൽപ്പൂര പൊളിച്ച് ആ ഭവനത്തിലേക്ക് ഇറക്കി വെച്ചു. പക്ഷേ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു, മകനെ, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, കിടക്കയെടുത്ത് നടക്കാന്ന് പറഞ്ഞപ്പോൾ കിടക്കയെടുത്ത് നടന്നു. കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞായി മാറി. കടലിന് മീതെ നടന്നു. 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെ തൃപ്തിപ്പെടുത്തി. അത് മാത്രമല്ല, അനേകം നിരവധി അടയാളങ്ങൾ, അത്ഭുതങ്ങൾ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളിൽ നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് നടന്ന അത്ഭുതം, യഹൂദന്മാർ യേശുക്രിസ്തുവിനെ പിടിച്ചു, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു. നോക്കൂ, യേശുക്രിസ്തുവിനെ പിടിക്കുന്നതിന് മുമ്പ് ഇന്നലെ പെസഹ വ്യാഴമായിട്ടാണ് ക്രൈസ്തവ ഗോളത്തിൽ അനുസ്മരിക്കുവാനിടയായി തീർന്നത്. പെസഹയുടെ നാളിൽ തന്നെ കാണിച്ചു കൊടുപ്പാനിരിക്കുന്ന രാത്രിയിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് യേശു അവിടെ തന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, അതിനുശേഷം യൂദ, ഒറ്റുകാരനായ യൂദ ചുംബനം കൊണ്ട് ഒറ്റുകൊടുക്കുവാൻ പടയാളികളെ കൂട്ടി വരുമ്പോൾ യേശു അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവരോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? ഒരു കള്ളനെ അന്വേഷിക്കുന്നത് പോലെ. ആ വാക്ക് ഒത്തിരി ചിന്തിപ്പിക്കാനിടയായിരുന്നു. യേശു ചോദിച്ചത് എങ്ങനെയാ? ഒരു കള്ളനെ പിടിക്കാൻ വരുന്നത് പോലെയാണോ നിങ്ങൾ എന്നെ പിടിക്കുന്നത്? എന്നാൽ ഇതിന്റെ ചോദ്യത്തിന്റെ കാരണം എന്താണെന്നറിയാമോ? യേശു ജനിച്ച് അന്നു വരെ യേശുവിന്റെ പഠിപ്പിക്കലുകൾ വ്യത്യസ്തതയുള്ളതായിരുന്നു. യേശു ഗ്രാമങ്ങൾ തോറും പഠിപ്പിച്ചു, വീടുകൾ തോറും പഠിപ്പിച്ചു, പട്ടണങ്ങൾ തോറും പഠിപ്പിച്ചു. അങ്ങനെ പേഴ്സണലായിട്ട്, പബ്ലിക്കായിട്ട്, സിനഗോഗുകളിൽ, ദൈവാലയങ്ങളിൽ യേശു പഠിപ്പിക്കുവാനിടയായി തോന്നും. അന്നൊന്നും ആരും പിടിക്കാൻ വന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു പിടികിട്ടാ പുള്ളിയെ പിടിക്കാൻ വരുന്നത് പോലെ, ഒരു ക്രൂരനെ പിടിക്കാൻ വരുന്നത് പോലെ, ഒരു കള്ളനെ പിടിക്കാൻ വരുന്നത് പോലെ യേശുവിന്റെ നേരെ വടിയും പന്തവും കുന്തവും ഒക്കെ ആയിട്ട് പടയാളികൾ വരികയാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ പ്രശ്നവും ഇത് തന്നെയാണ്. കാരണം എന്താ? യേശു പഠിപ്പിച്ചത് ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു പഠിപ്പിച്ചത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നിൽ വിശ്വസിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ലോകത്തിൽ വെളിച്ചം ഉള്ളവരായിരിക്കും, അവർ വെളിച്ചത്തിൽ നടക്കും. യേശു പിന്നെയും പഠിപ്പിച്ചു, ഞാൻ സത്യമാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ ആടുകളുടെ നല്ല ഇടയനാ, ഞാൻ വാതില, ഞാനാണ് സ്വർഗത്തിലേക്കുള്ള വഴി. അപ്പൊ യേശു പഠിപ്പിച്ച വഴി. അതിന് യേശു പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾ മാനസാന്തര ജീവിതം നയിക്കണം. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, പിടിച്ചു പറിക്കരുത്, മോഷ്ടിക്കരുത്, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് തുടങ്ങിയ സാമൂഹിക ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് യേശു കർത്താവ് പഠിപ്പിച്ചു. ദൈവിക വഴികൾ സത്യസന്ധമായിട്ട് പഠിപ്പിച്ചു. അപ്പോ ഈ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച ഒരു മനുഷ്യനെ നിങ്ങൾ കള്ളനെ പിടിക്കാൻ വരുന്നത് പോലെയാണോ വരുന്നത്? ഇന്ന് നമ്മുടെ ഭാരതത്തിലേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ ഇത് സത്യമല്ലേ? നമുക്കറിയാം, ഇന്ന് 1000 കോടിയും 10,000 കോടിയും 500 കോടിയും 100 കോടിയും ഒക്കെ തട്ടിച്ച് നടക്കുന്ന മനുഷ്യർ
സുഖസുന്ദരമായിട്ട് ജീവിച്ചു പോകുകയാണ്. രാജ്യങ്ങളൊക്കെ കടന്നുപോയി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലയാളികളും പിടിച്ചുപറിക്കാരും വ്യഭിചാരന്മാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, ജാമ്യത്തിൽ ഇറങ്ങുന്നു, തല ഉയർത്തി നടക്കുന്നു. അവരൊക്കെ മാന്യത നടിച്ച് ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. പക്ഷെ സത്യസുവിശേഷം പ്രസംഗിക്കുന്ന എത്ര സുവിശേഷകരെ ഇന്ന് ജാമ്യമില്ല വകുപ്പിന് ഇന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു കർത്താവിനെ പിടിക്കാൻ വന്നപ്പോൾ ഒരു കള്ളനെ പോലെ പിടിക്കാൻ കാരണം എന്താ? യേശു ആരുടെയെങ്കിലും മോഷ്ടിച്ചോ? ആരുടെയെങ്കിലും പിടിച്ചു പറിക്കാൻ പോയോ? ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ചോ? ഇല്ല, നല്ല കാര്യങ്ങൾ മാത്രമാണ് പഠിപ്പിച്ചത്. ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ഘോരഘോരം നാടുനീളെ പ്രസംഗിക്കുന്നത് എന്താണ്? കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം, നിനക്ക് സമാധാനമില്ലേ, മദ്യപാനത്തിൽ നിന്ന് മോചനം വേണോ, പാപങ്ങൾ ഉപേക്ഷിക്കണമോ? അതെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകും. നല്ല വർത്തമാനം, നല്ല സുവിശേഷം അറിയിക്കുന്ന സുവിശേഷകർ ഇന്ന് കള്ളന്മാരെക്കാൾ ക്രൂരമായ നിയമങ്ങൾ ചുമത്തിയിട്ട് ഇന്ന് പലരും ജയിലിൽ അടയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലില്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇതുപോലെ അടയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു പ്രത്യാശയുണ്ട്. കാരണം എന്താ? നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തു നമുക്ക് മുമ്പേ പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണക്കമരത്തോട് അവർ എങ്ങനെ ചെയ്യുമെന്ന് യേശു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട്. കാരണം യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ ഒരു വിഭാഗം ആളുകൾ ചിന്തിച്ചു, ഇതുകൊണ്ട് യേശുവിന്റെ കഥ കഴിഞ്ഞു, യേശു എന്നുള്ള നാമം കഴിഞ്ഞു, യേശു എന്നുള്ള ആ സംഭവം ഇവിടെ വെച്ച് അവസാനിച്ചു എന്ന് ഒരു വിഭാഗം ആളുകൾ വെള്ളിയാഴ്ച അവരെ ക്രൂശിച്ചപ്പോൾ ഇതോടെ യേശുവിന്റെ കഥ കഴിഞ്ഞു എന്ന് ചിന്തിച്ചു. പക്ഷേ ഒരു ശനിയാഴ്ച കഴിഞ്ഞു, ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞു, ഇതാ ഒരു ഞായറാഴ്ച അതിരാവിലെ ഇരുട്ടോടുകൂടെ രണ്ട് സ്ത്രീകൾ യേശുവിന്റെ കല്ലറയുടെ വാതിൽക്കലേക്ക് ചെല്ലുകയാ. യേശുവിനെ ഒന്ന് ജഡം കാണുവാനും യഹൂദന്മാരുടെ മര്യാദ പ്രകാരം സുഗന്ധവർഗ്ഗങ്ങളെ അർപ്പിക്കേണ്ടതിനു വേണ്ടി, ആചാര കർമ്മങ്ങൾ ചെയ്യേണ്ടതിനു വേണ്ടി ആ ശവക്കല്ലറയുടെ അടുക്കിലേക്ക് ചെല്ലുകയാ. പക്ഷേ യേശു ആ സഹോദരിമാർ ചെല്ലുമ്പോൾ യേശുവിന്റെ കല്ലറയുടെ വാതിൽക്കൽ നിന്നും ആ വലിയ കല്ലുരുട്ടി മാറ്റിവെച്ചിരുന്നു. വെള്ളവസ്ത്രധാരിയായ രണ്ട് ദൂതന്മാർ ഇരുന്നു കൊണ്ട് അവരോട് ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ എന്തിന് അന്വേഷിക്കുന്നു? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, എന്റെ ജീവനെ എന്നിൽ നിന്നും ആർക്കും എടുക്കാൻ കഴിയത്തില്ല, പക്ഷേ എനിക്ക് എന്റെ ജീവനെ കൊടുക്കുവാനും അതിനെ തിരികെ പ്രാപിക്കുവാനും അധികാരമുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച യേശുവിന്റെ ക്രൂശീകരണം ദുഃഖ വെള്ളിയാഴ്ചയായിട്ട് ആഘോഷിക്കുന്ന അനുസ്മരിക്കുന്ന ലോകത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിന്റെ മരണം ഒരു ആത്മഹത്യയല്ലായിരുന്നു, യേശുവിന്റെ മരണം ഒരു കൊലപാതകമല്ലായിരുന്നു, യേശുവിന്റെ മരണം റോമൻ കോടതിയുടെ നിയമപ്രകാരം നടന്ന ഒരു ക്രൂശീകരണമല്ലായിരുന്നു. യേശുവിന്റെ മരണം പിന്നെ എന്താണ്? അതാണ് നമ്മുടെ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുവചന വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുവാനിടയായി തീർന്നത്. ഒന്നുകൂടി ആ വാക്യം വായിച്ചു നമുക്ക് കുറച്ചുകൂടി ആശയം കിട്ടാൻ 4-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നത് നല്ലതായിരിക്കും. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 4-ാമത്തെ തിരുവചന വാക്യം ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കുന്നത് 4 മുതൽ താഴത്തേക്ക്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു ക്രിസ്തു വഹിച്ചു, നമ്മുടെ വേദനകളെ യേശു ചുമന്നു. നാമോ ദൈവം അവനെ അടിച്ചും ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, പക്ഷെ യേശുവിന്റെ കാൽവരി യാഗത്തിന്റെ പ്രത്യേകത പറയുന്നു. എന്നാൽ യേശു ക്രിസ്തു ഭൂലോകത്തിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം യേശു തകർന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേൽ. ഒന്ന് നിന്ന് ചിന്തിക്കണമേ, നമ്മുടെ അകൃത്യങ്ങൾ യേശുവിന്റെ മേൽ, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, അകൃത്യങ്ങൾ നിമിത്തം യേശു തകർന്നു നിൽക്കുവാനിടയായി. യേശു നമ്മുടെ വേദനകളെ ചുമന്നൊഴിക്കുകയായിരുന്നു.
നമ്മൾക്ക് സമാധാനപരമായ കുടുംബജീവിതം നയിക്കേണ്ടതിന്, നമുക്ക് സമാധാനപരമായ ഒരു ജീവിതം നയിക്കേണ്ടതിന് യേശു നമ്മുടെ ശിക്ഷ ഏറ്റെടുക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച നടന്ന സംഭവം എന്താ? ഈ ലോകത്തിലുള്ള എനിക്കും നിങ്ങളുടെയും, എന്റെയും നിങ്ങളുടെയും വേദനകൾ, അകൃത്യങ്ങൾ, അതിക്രമങ്ങൾ, നമ്മുടെ പാപം നിമിത്തം യേശു അത് ചുമന്ന് ഒഴിക്കുവാനിടയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആരുടെ പാപമായി യേശു ചുമന്നൊഴിച്ചത്? നമ്മുടെ ഓരോരുത്തരുടെയും. ഞാനൊരു പക്ഷേ ഈ ഭാഗം ശുശ്രൂഷിക്കുമ്പോൾ ഈ ശബ്ദപരിധിയിൽ ദേശത്ത് എന്നെ കേൾക്കുന്ന പലരും ചിന്തിക്കും, അത് ക്രിസ്ത്യാനികളുടെ പാപമല്ലേ ക്രിസ്തു ചുമന്നൊഴിച്ചത്? പ്രിയരെ, യേശുവിന്റെ ജീവിത സമയത്ത് ക്രിസ്ത്യാനികൾ എന്നുള്ള ഒരു വിഭാഗം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനികൾ എന്നുള്ളൊരു മതം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. യേശു ഭൂമിയിൽ ജനിച്ചത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയാണ്. ആരാ പറഞ്ഞത്? യേശു ഭൂമിയിൽ ജനിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നില്ല. ഏകദേശം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, അന്ത്യോക്യയിൽ വെച്ച് യേശുവിന്റെ ശിഷ്യരെ ചിലരൊക്കെ കളിയാക്കി വിളിച്ചു. ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു. അങ്ങനെയാണ് ഈ ക്രിസ്ത്യാനികൾ എന്നുള്ള പദം തന്നെ ഈ ഭൂമിയിൽ പ്രചരിക്കുവാനിടയായി തീർന്നത്. അപ്പൊ യേശു ഈ ഭൂമിയിൽ ജനിച്ചതും പാപങ്ങൾ ചുമന്നതും ഇവിടെ ഇരിക്കുന്ന ദേവദാസന്മാരായ ദൈവമക്കളായ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന പേരുള്ള ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല. ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന ദേശത്തിലുള്ള സകല നിവാസികളും പാപഭാരത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? നിരാശയിൽ നിങ്ങൾ ദുഃഖത്തിലിരിക്കുന്നുണ്ടോ? ശാരീരികമായ രോഗത്തിനും ഭാരങ്ങളിൽ നിങ്ങൾ ആയിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിത പ്രശ്നത്തിൽ നിന്നും പരിഹാരം കണ്ടെത്താതെ നിങ്ങൾ അലയുന്നവരും വലയുന്നവരുമാണോ? അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു കാൽവരിയിൽ ചുമന്നൊഴിച്ച പാപം നുറുങ്ങിയത് നമ്മുടെ വേദനകൾക്ക് വേണ്ടിയായിരുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ആരൊക്കെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ അവരുടെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് പ്രിയരെ, ഞാൻ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ഒരു ആത്മഹത്യയല്ലായിരുന്നു, ഒരു സ്വാഭാവിക മരണമല്ലായിരുന്നു, ഒരു കൊലപാതകമല്ലായിരുന്നു. യേശു തന്റെ ജീവനെ പിതാവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചു. 7 മൊഴികളാണ് പ്രത്യേകമായിട്ട് യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് മൊഴിഞ്ഞത്, അരുളി ചെയ്തത്. അതിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട മൊഴി ഇങ്ങനെയായിരുന്നു: പിതാവേ, ഇതാ സകലതും നിവർത്തിയായി. പിതാവേ, ഇതാ സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് യേശു കർത്താവ് തന്റെ പ്രാണനെ, ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുകയായിരുന്നു. ഇതാ പുസ്തക ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയതുപോലെ ഇതാ ഞാൻ വരുന്നു എന്ന് അരുളി ചെയ്തുകൊണ്ട് വന്നവൻ പിതാവ് ഇതാ സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവിന്റെ കരങ്ങളിൽ, അത് പിതാവിന്റെ അടുക്കൽ നിന്നും വന്നവൻ ഇതാ പിതാവിന്റെ അടുക്കലേക്ക് അത് മടങ്ങിപ്പോകുകയാണ്. എങ്ങനെയാ മടങ്ങിപ്പോകുന്നത്? ഭൂമിയിലെ സകല മനുഷ്യന്റെയും പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, രോഗങ്ങളിൽ നിന്നും വിമുക്തി നേടുവാനുള്ള പാപ പരിഹാര യാഗമർപ്പിച്ചിട്ട് അരുമനാഥനായ കർത്താവ് എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം വേഗത്തിലെടുത്തൊന്ന് വായിച്ചു. എബ്രായ ലേഖനം അതിന്റെ 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ പാർട്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയതിനു ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അവൻ ലോക ചരിത്രത്തിൽ അനേകം മഹാരഥന്മാർ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മൺമറഞ്ഞു പോയ മണ്ണിൽ ജാരതുകൾ ജീവിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ചരിത്രത്തെ, കാലഘട്ടങ്ങളെ AD എന്നും BC എന്നും 2 തിരിച്ചുകൊണ്ട് കാലയവനിയിൽ ഇന്നും ജയാളിയായി നിലനിൽക്കുന്ന ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു:
അതെ, മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതിനു ശേഷം, പരിഹാരം ഉണ്ടാക്കിയതിനു ശേഷം മഹിമയുടെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ അവൻ ദൈവമായിരുന്നത് കൊണ്ട് മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. യേശുക്രിസ്തു ദൈവമായിരുന്നു കൊണ്ട് പിശാചിന് അവനെ തകർക്കാൻ കഴിഞ്ഞില്ല. യേശുക്രിസ്തു ദൈവമായിരുന്നത് കൊണ്ട് പാപത്തിന് അവനെ തകർക്കാൻ കഴിഞ്ഞില്ല. യേശുക്രിസ്തു ദൈവപുത്രനായിരുന്നത് കൊണ്ട് ലോകത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. കല്ലറകൾക്ക്, പിശാചിന്, പാപത്തിന്, അധികാരങ്ങൾക്ക്, റോമൻ ഇംപീരിയ മുദ്രകൾക്ക് എന്റെ യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ഈ ഭൂമിയിൽ താണ മനുഷ്യനായി നമ്മെ പോലെ ഒരുവനായി ജനിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അതുകൊണ്ട് പിശാച് വിചാരിച്ചു, യേശുവിനെ ക്രൂശിച്ചാൽ, യേശുവിനെ ക്രൂശിൽ തറച്ചാൽ യേശുവിന്റെ കഥ കഴിഞ്ഞു, യേശുവിന്റെ ലോകം കഴിഞ്ഞു, യേശുവിന്റെ കാലഘട്ടം കഴിഞ്ഞു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്നും 3.5 വർഷം പാലസ്തീനയിൽ ചെറിയ ഗ്രാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത് സതുപദേശങ്ങളെ പ്രസംഗിച്ച യേശുവിന്റെ സതുപദേശങ്ങൾ 2025 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുപോലെ ഘോരഘോരം പ്രസംഗിക്കാൻ കഴിയുന്നതിന്റെ കാരണം മനുഷ്യവർഗത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, പാപങ്ങളിൽ നിരക്ഷിക്കുവാൻ, മനുഷ്യന് നിത്യജീവൻ നൽകുവാൻ, മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന സതുപദേശം ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന ലോകത്തിന്റെ പാപത്തിന് പരിഹാരമായി തീർന്ന യേശുക്രിസ്തുവിന്റെ സതുപദേശങ്ങളാണ് എന്നുള്ളതിൽ യാതൊരുവിധ സർഗസംഗതികളുമില്ല. യേശുവിന്റെ ഗിരിപ്രഭാഷണം അനേകം മഹാന്മാരെ മഹാത്മ്യതയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം പറഞ്ഞൊരു പദം ഇതാണ്: എന്റെ ജീവിതകാലത്തായിരുന്നു യേശുക്രിസ്തു ജീവിച്ചിരുന്നത് എങ്കിൽ എന്റെ കണ്ണിലെ കണ്ണുനീര് കൊണ്ടല്ല, എന്റെ ചങ്കിലെ ആ രക്തം കൊണ്ട് തന്നെ ഞാൻ ആ പുണ്യാത്മാവിന്റെ പാദപീഠം കഴുകുമായിരുന്നു. രാജാറാം മോഹൻ റായ് എന്ന് പറയുന്ന ബഹുമാനായ ആ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്: മതതത്വങ്ങളെ കുറിച്ച് സംബന്ധിച്ച് ഞാൻ അനേക സുദീർഘവും ദീർഘനാളുകൾ ഞാൻ റിസർച്ച് നടത്തിയിട്ടുണ്ട്, അന്വേഷണങ്ങളും നടത്തിയിട്ടുണ്ട്. നിരന്തരമായ എന്റെ ഗവേഷണങ്ങളിൽ നിന്ന്, എന്റെ അന്വേഷണത്തിൽ നിന്നും എനിക്ക് ഗ്രഹിക്കാൻ സാധിച്ചത് ഒരേ ഒരു കാര്യമാണ്: മറ്റൊരു ഏതൊരാളുടെയും പ്രബോധനത്തെക്കാളും ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളാണ് സാൻമാർഗിക സിദ്ധാന്തങ്ങൾക്ക് കൂടുതൽ ഉപയുക്തങ്ങളും വിവേകസമ്പന്നനായ ഒരു മനുഷ്യന്റെ വിനിയോഗത്തിന് കൂടുതൽ പര്യാപ്തവുമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. സന്തോഷമുള്ള ദൈവമക്കൾക്ക് എന്താണെന്ന് സ്വന്തം ചെയ്താണ്. അനേക മഹാരഥന്മാർ പറഞ്ഞ അനേകം മഹൽ വ്യക്തികളെ മഹാത്മ്യതയിലേക്ക് കൊണ്ടുവന്ന ഉപദേശം അനേകം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാ വ്യക്തികളുടെയും പേരുകൾ വായിച്ചെനിക്ക് പറയാൻ സമയമില്ല. അതുകൊണ്ട് പെരുമ്പടം ശ്രീധരൻ എന്ന് പറയുന്ന ഒരു മഹാനായ വ്യക്തി അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: എന്റെ ജീവിത പ്രശ്നങ്ങളെയും സംഘർഷങ്ങളെയും അഭിമുഖീകരിക്കുവാൻ മറ്റ് ആത്മീയ ഗ്രന്ഥങ്ങളെക്കാൾ എന്നെ സഹായിച്ചത് യേശുക്രിസ്തുവിന്റെ സന്ദേശങ്ങളാണ്, യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങളാണ്. അതുകൊണ്ട് പ്രിയരെ, ഞങ്ങളുടെ കയ്യിൽ ചില പുസ്തകങ്ങളുണ്ട്, നീല കളറിലുള്ളതും കറുത്ത കളറിലുമുള്ള പയഞ്ചേട്ടതായ ചില പുസ്തകങ്ങൾ. അതിന്റെ പേരാണ് പുതിയ നിയമം എന്നും ബൈബിൾ എന്നുമുള്ള പേരിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ആ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശം, ആ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം, അതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളിൽ നിന്നും വിടിവിക്കുവാൻ ഉപയുക്തമായ സന്ദേശമാണ്. അപ്പോൾ ലോകത്തിൽ അനേക മഹാന്മാർ യേശുക്രിസ്തുവിന്റെ സന്ദേശത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് വ്യക്തമായിട്ട് എഴുതപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. ഗ്യാനി സെയിൽ സിംഗ് എന്ന് പറയുന്ന നമ്മുടെ മുൻ രാഷ്ട്രപതി, ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ ബഹുമാനരായ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിന്റെ ഉപദേശവും അതിന്റെ അർത്ഥവും അനുസരിച്ച് ജീവിക്കുക. യേശുക്രിസ്തുവിന്റെ ഉപദേശവും അതിന്റെ അർത്ഥവും അനുസരിച്ച് പ്രവർത്തിക്കുക. എന്നാൽ ക്രിസ്തുവിന്റെ സന്ദേശമായ സാർവത്രികമായ സ്നേഹം, അനുകമ്പ, ദയ എന്നിവയ്ക്ക് ഇന്നത്തെ ലോകത്തിൽ വലിയ പ്രശസ്തിയാണുള്ളത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ സാർവത്രിക സ്നേഹം, അനുകമ്പ, ദയ, അത് ഇന്നത്തെ ലോകത്തിൽ വലിയ പ്രശസ്തിയുണ്ട്. കാരണം എന്താ? ലോക സംഭവങ്ങൾ ഇന്ന് പത്രത്താളുകളിൽ നമ്മൾ വായിക്കുമ്പോൾ, മീഡിയകളിൽ നമ്മൾ വായിക്കുമ്പോൾ കൊലപാതകങ്ങളുടെയും കള്ളക്കടത്തുകളുടെയും ലഹരികൾ
കള്ളക്കടത്തും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ വിവിധമായ ക്രൂര കൃത്യങ്ങൾ ചെയ്തുകൊണ്ട് അനുകമ്പയില്ലാത്ത, ദയയില്ലാത്ത മനസ്സിന്റെ ഉടമകളായി മാറുമ്പോൾ, ഞാൻ ഈ പറഞ്ഞത് ശരി തന്നെയല്ലേ? ഞാൻ പത്രത്താളുകളിലും മീഡിയകളിലും വന്ന വാർത്തകൾ വിശദീകരിച്ച് പ്രസംഗിക്കേണ്ട എന്ന് വിചാരിച്ചാണ് കമ്പിവാചകം പോലെ പറഞ്ഞത്. കാരണം നിങ്ങളൊക്കെ മീഡിയകളിലും പത്രങ്ങളിലും ഒക്കെ വായിക്കുന്നവരാ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പേപ്പറുകളിൽ വന്ന വാർത്തകൾ അല്ലെ, നമുക്കറിയാം. സൈനയുടെ ജോലി, കഷായം ഗ്രീഷ്മ എന്ന് തുടങ്ങി സ്വന്തം ഭാര്യയെ പാമ്പിനെ കൊണ്ട് ഘടിപ്പിച്ചതായ ഭർത്താവ് പെറ്റ തള്ളയെയും സഹോദരനെയും സഹോദരിയെയും സ്നേഹിച്ച സ്ത്രീയെയും കശാപ്പ് ചാലയിൽ മൃഗത്തെ അറക്കുന്നത് പോലെ അറത്ത ഒരു യുവാവിന്റെ വാർത്തകൾ എന്ന് തുടങ്ങി നിരവധി വാർത്തകൾ നമ്മൾ വായിക്കുന്നവരാണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ പണത്തിന് വേണ്ടി, പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, നോക്കൂ, അധികാരങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യ സ്വഭാവത്തിലൂടെ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സകല പ്രശ്നത്തിലും പരിഹാരം നൽകി ലക്ഷ്യബോധത്തിലേക്ക് കൊണ്ടുവരുവാൻ, നിത്യതയിലേക്ക് എത്തിക്കുവാൻ പര്യാപ്തമായ ഒരു സന്ദേശമുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വീട്ടുമുറ്റത്ത് പ്രസംഗിക്കുന്ന ഈ സന്ദേശം ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നതല്ല, കൊലകാരനാക്കുന്നതല്ല, പീഡനത്തിലേക്ക് വിടുന്നതല്ല, മദ്യപിപ്പിക്കുന്നതല്ല. മദ്യപാനം നിർത്തി സമാധാനമുള്ള, സന്തോഷമുള്ള അതേ ജീവിതം ഭൂമിയിൽ നയിച്ച് കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടുവന്ന് ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ ആത്മഹത്യ ചെയ്യുവാൻ ഓടി നടന്ന എത്രയോ വ്യക്തികൾ ഇന്ന് നല്ല സ്വഭാവത്തിന്റെ ഉടമയായിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മനുഷ്യനെ ലക്ഷ്യബോധത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സന്ദേശം, അതാണ് ക്രിസ്തുവിന്റെ കാൽവരിയിലെ യാഗത്തിലൂടെ, ഉയർത്തെഴുന്നേൽപ്പിലൂടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സന്ദേശം. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ ആ ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ, എന്റെ പാപത്തിന് വേണ്ടിയാണ്, എന്റെ അകൃത്യങ്ങൾക്ക് വേണ്ടിയാണ്, എന്റെ രോഗങ്ങൾക്ക് വേണ്ടിയാണ്, എന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷയാണ് ആ യേശു ഏറ്റെടുത്തതെന്ന് ഈ ഗ്രാമത്തിൽ ആര് വിശ്വസിക്കുന്നു, ഈ ഭവനത്തിൽ ആര് വിശ്വസിക്കുന്നു, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രക്ഷയുണ്ട്. അതുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് താൻ ദൈവമെന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ യെശയ്യാവിൽ നമ്മൾ വായിച്ചത് നമ്മുടെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം യേശു ശിക്ഷിക്കപ്പെടുവാൻ, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേൽ ആയി. യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല. ആ വാക്യം പൂർണ്ണവും വായിക്കണം. ലോകത്തിലേക്ക് തന്റെ പുത്രനെ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷ പ്രാപിക്കേണ്ടതിനത്രേ. ഒന്ന് വായിച്ചേ. അല്ല, യോഹന്നാന്റെ സുവിശേഷം 3:17 മുതലുള്ള വാക്യങ്ങൾ. 16 വാക്യം ഞാൻ പറഞ്ഞു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനില്ല, ലോകം അവനാൽ രക്ഷ പ്രാപിക്കേണ്ടതിനത്രേ. അടുത്തത്, അപ്പൊ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കായതുകൊണ്ട് ന്യായവിധി വന്ന് കഴിഞ്ഞു. അപ്പൊ ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് നാം രക്ഷ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാ. വരാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്നും നമ്മൾ വിമോചിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ആ പുത്രനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കായതുകൊണ്ട് ന്യായവിധി വന്നു കഴിഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, പാപമില്ല എന്ന് നമുക്കാർക്കും പറയാൻ കഴിയത്തില്ല. പാപങ്ങളുടെ പരിഹാരം ക്രിസ്തു വരുത്തിയെങ്കിൽ ഒരു മനുഷ്യനിലെ ജന്മഭാവത്തിന്റെയും കർമ്മഭാവത്തിന്റെയും പരിഹാരം മുഴുവൻ
ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. എബ്രായ ലേഖനം 9-ാം അധ്യായം 13 പറയുന്നു, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തവും ബലിയപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജനിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കരായി അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ നിർമ്മലമായ രക്തം ആ നമ്മുടെ ഹൃദയത്തിലെ, മനസ്സിലെ, മനസ്സാക്ഷിയിലെ നിർജീവ പ്രവൃത്തികളെ പോക്കി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ എത്രയധികം ശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരും. ആ പരിശുദ്ധരായ യേശു ക്രിസ്തുവിന്റെ രക്തം ജന്മഭാവത്തിൽ നിന്ന്, കർമ്മഭാവത്തിൽ നിന്നും നമ്മെ രക്ഷിച്ച് പരിശുദ്ധനായ, നീതിമാനായ, നിത്യനായ, സർവശക്തനായ ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിച്ച് നമ്മുടെ ശിക്ഷയിൽ നിന്നും നമുക്ക് മോചനം നൽകുന്നു. അതുകൊണ്ട് ന്യായവിധി വരുന്നതിന്റെ മൂലകാരണം, ഇനി ന്യായവിധി വരാൻ പോകുന്നതിന്റെ കാരണം എന്താ? ദൈവം അയച്ച രക്ഷകനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി വരാൻ പോകുന്നു. അതുകൊണ്ട് യേശു കർത്താവ് മർക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും വിളിച്ചു പറഞ്ഞത്, ആകാശത്തിനും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതുകൊണ്ട് പ്രിയരെ, വരുവാനുള്ള ശിക്ഷയിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ വേറെ ഒരു കുറുക്കു വഴിയുമില്ല. മലാക്കി പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. അന്ന് അഹങ്കാരികൾ അവർ താളടിയായി പോകും, വേരും കൊമ്പും ശേഷിക്കാതെ അവർ നശിച്ചു പോകുവാനിടയായി തീരും. പക്ഷേ ഈ നാശത്തെ നമ്മൾ രക്ഷിക്കുവാൻ ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യാവതാരമെടുത്തു. അതിന്റെ രാത്രിയിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എന്റെ സമയം ഇവിടെ അവസാനിച്ചതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ മാത്രമല്ല, ഈ ഭവന അങ്കണത്തിൽ മാത്രമല്ല, ഈ ദേശത്ത് ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും പാപഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ടോ? നിരാശയിൽ ജീവിതം വഴിമുട്ടി ആത്മഹത്യാ ചിന്തയിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ എന്ത് ചെയ്യുമെന്ന് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ യേശു നിങ്ങളെ വിളിക്കുന്നു. യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം. അത് ലോകം തരുന്നത് പോലെയല്ല, നിത്യതയോളം നിലനിൽക്കുന്ന സമാധാനം അത്രേ. ഈ ഗ്രാമത്തിൽ, ഈ ദേശത്ത് എത്ര പേർക്ക് ഈ സമാധാനം വേണം? എത്ര പേർക്ക് ആ ശിക്ഷാവിധിയിൽ നിന്നും ന്യായവിധിയിൽ നിന്നും മോചനം വേണം? എത്ര പേർക്ക് രോഗസൗഖ്യം വേണം? എത്ര പേർക്ക് വിടുതൽ ആവശ്യമുണ്ട്? സൗജന്യമായി നൽകുന്ന സമാധാനവുമായി ക്രിസ്തുയേശു നമ്മുടെ മധ്യത്തിലുണ്ട്. ആ സമാധാനം ആഗ്രഹിക്കുന്ന, പാപമോചനം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് ദൈവത്തോട് എന്നോട് ചേർന്ന് പറയാമോ? വേദപുസ്തകം പഠിപ്പിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തിരുവാൻ ദൈവം അധികാരം തന്നിരിക്കുകയാ. വാസ്തവമായി നിങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമത്രേ. ആ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് ഇതിനകത്ത് ഒരു വാക്ക്, യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യൻ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അങ്ങ് കാൽവരിയിൽ യാഗമായത്. എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അങ്ങ് ചെമ്പട്ടിയാൽ അടിയേറ്റത്. എന്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയാണ് അങ്ങ് തലയിൽ മൂക്കിടമേറ്റത്. എനിക്ക് കുന്തം കൊണ്ട് കുത്തേറ്റത്, അത് ചെമ്മട്ടി കൊണ്ട് പുറം ഉടുവച്ചാൽ പോലെ കിറത്തക്കവണ്ണം അതേ മാറി മാറി അടിയേറ്റത്. യേശു കർത്താവേ, ആ ക്രൂശിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപ പരിഹാരത്തിന് വേണ്ടി അങ്ങ് അർപ്പിച്ച യാഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, എന്നോട് മനസ്സലിയണമേ, എന്നോട് കരുണ തോന്നണമേ കർത്താവേ. ഓ ഹല്ലേലൂയ. ആ യേശു ഇന്ന് രാത്രിയിൽ നമ്മളെ സ്നേഹിക്കുകയാണ്. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹത്യാഗത്തെ
ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തിൽ ആഴമാർന്ന ത്യാഗത്തിൽ പകരം എന്തു നൽകും പകരം പകരം എന്തു നൽകും ഞാനിനി എന്നാരോടും നൽകും കാതലി പകരം എന്തു നൽകും ഞാനിനി പൂർണ്ണമൽകും കാതലി സൃഷ്ടികളിൽ ഞാൻ അറിവിരുത് അത്ഭുതമാ ജ്ഞാനത്തിൻ പൂർണ്ണതയും സൃഷ്ടികളിൽ അറിവിരുത് എന്തു നൽകും ഞാനിനി പകരം എന്തു നൽകും ഞാനിനി നൽകും കാതലി മൊഴിയിൽ കേട്ടു ശബ്ദത്തിൽ വിടുതൽ നൽകും വചനത്തിൽ മൊഴിയിൽ കേട്ടു ശബ്ദത്തിൽ വിടുതൽ നൽകും വചനത്തിൽ പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ ശരീരം പകർത്തുങ്ങൾ ശുദ്ധരേത്തും ചിന്തിങ്ങൾ ശരീരം പകർത്തുങ്ങൾ ശുദ്ധരേത്തും ചിന്തിങ്ങൾ പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും പകരം എന്തു ഹൃദയം പൂർണ്ണമായി പകരം ഞാനിനി നന്ദിയാലും വാഴ്ത്തിയും ശ്രേഷ്ഠാവേ പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകും സാധന പകരം എന്തു നൽകും ഞാനിനി
ഹൃദയം നൽകും യേശുവിന് രാത്രി യേശുവിന് വേണ്ടി ഹൃദയം ഒന്ന് കൊടുക്കുവാൻ, ഒന്ന് സമർപ്പിക്കുവാൻ തീരുമാനമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, രോഗികളായി നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്നിക്കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിന് വേണ്ടി നിങ്ങൾ ഭാരപ്പെടുന്നവരാണോ? ശാരീരിക രോഗത്താൽ നിങ്ങൾ അലയുന്നവരാണോ? മാനസിക ഭാരത്തിൽ നിങ്ങൾ വലയുന്നവരാണോ? സമാധാനത്തിനു വേണ്ടി നിങ്ങൾ നെട്ടോട്ടം ഓടുന്നവരാണോ? പാപമോക്ഷത്തിനു വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണോ? എന്നാൽ സകല പ്രശ്നങ്ങളുടെയും ഉത്തരം ക്രിസ്തുവിനുണ്ട്. ഒരു വാക്ക് ദൈവത്തോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് നിങ്ങൾക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എങ്കിൽ ആ കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരും, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും. അതെ, 12 സംവത്സരം രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പൽ തൊട്ടപ്പോൾ തൊട്ട മാത്രയിൽ ആ ശബ്ദം പുറപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ സൗഖ്യമാക്കുന്ന യേശുവിന്റെ കരം ദേശത്ത് ഊടാടിക്കൊണ്ടിരിക്കുകയാ. അതെ, നമ്മുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാ. വിശ്വസിക്കുന്ന ഒരു വാക്കിനോട് ചേർത്ത് പ്രാർത്ഥിക്കൂ. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ജനത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദം ശ്രദ്ധിച്ച ഈ ജനം കർത്താവിനാൽ രക്ഷിക്കപ്പെടട്ടെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ രാത്രിയിൽ ദേശം വിടിവിക്കപ്പെടട്ടെ. ജനത്തെ പാപത്തിലേക്ക് നശിപ്പിക്കുന്ന പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. എല്ലാ വാഴ്ചകൾക്കും, എല്ലാ അധികാരങ്ങൾക്കും, എല്ലാ കർത്തൃത്വങ്ങൾക്കും, എല്ലാ ശക്തികൾക്കും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും മേലായ നാമത്തിൽ അവനെ ഇരുത്തുകയും സർവ്വവും അവന്റെ കാൽക്കീഴിലാക്കി വെക്കുകയും ചെയ്തു എന്നുള്ള വചനം റിലീസ് ചെയ്തുകൊണ്ട് അവന്റെ അടിപ്പിടറുകളാൽ നിങ്ങൾക്ക് സൗഖ്യവും വന്നിരിക്കുന്നു എന്നുള്ള വചനം റിലീസ് ചെയ്ത് ഈ ദേശത്തിന് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ജനത്തിനു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാ. യേശുവിന്റെ ആ ആണിപ്പഴുതുള്ള കരം ഒന്ന് തുടരണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേശത്തിലെ ഓരോ ജനവും വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ക്യാൻസറുകൾ മാറിപ്പോകട്ടെ. TB രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ആസ്മകൾ മാറിപ്പോകട്ടെ. തളർവാദ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്തിലുള്ള സകല പകർച്ച വ്യാധികളും മാറിപ്പോകട്ടെ. ഈ ദേശം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടുത്തെ കാർഷിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകാർ അനുഗ്രഹിക്കപ്പെടട്ടെ. യൗവനക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ലഹരികളിൽ നിന്നും പാപപ്രവർത്തികളിൽ നിന്നും ഈ ദേശം വിടുവിക്കപ്പെടട്ടെ. ജനങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഈ വചനം ചൊല്ലി അവിടുത്തെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭവനത്തെ, ഇവിടെയുള്ള ദേവദാസന്മാരെ, ഈ അമ്പലപ്പാറ ദൈവസഭയെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. രോഗികളെ ദൈവം സൗഖ്യമാക്കിയതിനായിട്ട് നന്ദി. ജനത്തെ കർത്താവ് രക്ഷിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ആയിരക്കണക്കിന് വിശുദ്ധന്മാർ ഈ പ്രദേശത്തിൽ രൂപാന്തരപ്പെടുവാൻ, അവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടേണ്ടതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ. സ്വർഗ്ഗമങ്ങനെ ചെയ്തതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.